കേരള നവോത്ഥാന നായകരെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ നമ്മൾ ശങ്കരാചാര്യരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ശങ്കരാചാര്യരെ കേരള നവോത്ഥാന ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ്. ശങ്കരാചാര്യർ AD 8-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം 32 വയസ്സ് മാത്രമേ ജീവിച്ചിരുന്നതായി ചരിത്രം പറയുന്നുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ചുള്ള പല വസ്തുതകളും ഐതിഹ്യങ്ങൾ ആണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നത് AD 7-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ആണ്. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ചരിത്ര വിവരം നമ്മുടെ പക്കലില്ല. അദ്വൈത ദർശനത്തിന്റെ പ്രതിഷ്ഠാപകൻ, വേദാന്തി എന്നീ നിലയിൽ ശങ്കരാചാര്യർ വളരെ പ്രസിദ്ധനായിരുന്നു. AD 788-ൽ ആര്യാദേവിയുടെയും ശിവഗുരുവിന്റെയും മകനായി കാലടിയിലാണ് ശങ്കരാചാര്യർ ജനിച്ചത്. ആധുനിക ചിന്തയ്ക്കും സാമൂഹ്യ ജീവിതത്തിനും സ്വീകാര്യമായ ദർശനം എന്ന നിലയിൽ അദ്വൈത സങ്കല്പത്തെ പുതുക്കി അവതരിപ്പിക്കുകയാണ് ശങ്കരാചാര്യർ ചെയ്തത്. ബുദ്ധ, ജൈന, ദ്രാവിഡാചാര്യങ്ങളെ സനാതന മതത്തിൽ സമന്വയിപ്പിച്ച് നിരന്തരമായ സംവാദങ്ങളിലൂടെയാണ് ഹിന്ദു സമന്വയം ശങ്കരാചാര്യർ സാധിച്ചെടുത്തത്. അദ്വൈത ദർശനത്തിലൂടെ എല്ലാ വിചാര വിപ്ലവങ്ങളെയും സ്വാംശീകരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മഹോദയപുരത്തെ രാജാവായിരുന്ന രാജശേഖരവർമ്മൻ ശങ്കരാചാര്യരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക് അദ്ദേഹം സഹായം നൽകിയെന്നാണ് ഐതിഹ്യം. കൊല്ലവർഷാരംഭത്തിൽ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർക്കായി രാജാവ് 4 മഠങ്ങൾ തൃശൂരിൽ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. ഉത്തരേന്ത്യയിലെമ്പാടും നടത്തിയ ദിഗ്വിജയങ്ങൾക്ക് ശേഷം മണ്ഡനമിശ്രനും ഭാര്യയുമായി അദ്ദേഹം ഒരു സംവാദം നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ആ സംവാദത്തിന് ശേഷം ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയതായി ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഭാരതത്തിന്റെ 4 ഭാഗങ്ങളിലായി ശങ്കരാചാര്യർ സ്ഥാപിച്ച ശാരദാമഠം, ഗോവർദ്ധനമഠം, ജ്യോതിർമഠം, ശൃംഗേരി മഠം എന്നിവയാണ് പിൽക്കാലത്ത് ഹിന്ദുമത പുനരുദ്ധാരണത്തിന് വഴികാട്ടികളായിട്ടുള്ളത്. ജ്ഞാനപ്രവാഹങ്ങളുടെ സംരക്ഷകൻ എന്നാണ് ഇംഗ്ലീഷ് വിവർത്തകനായ ചാൾസ് ജോൺസൺ ആചാര്യനെ വിശേഷിപ്പിച്ചത്. പ്ലേറ്റോവിനെയും പ്ലോട്ടീസിനെയും കാൻറിനെയും ഷോപ്പൻഹോവറെയും ശങ്കരൻ മറികടന്നുവെന്ന് പോൾ ഡോയ്സൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ 32-ാമത്തെ വയസ്സിൽ, അതായത് AD 820-ൽ അദ്ദേഹം സമാധിയായി. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മല്ലു ട്യൂബ്.